സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നു. ഇനി ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ വ്രതശുദ്ധിയുടെ പുണ്യനാളുകൾ. കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു. മണ്ഡലകാലം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കിയിൽ അയ്യപ്പ ഭക്തന്മാർ കടന്നുപോകുന്ന പാതകളിലെല്ലാം പോലീസിന്റെ സുരക്ഷാ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഓരോ 15 ദിവസവും 410 സേനാ അംഗങ്ങൾ എല്ലായിടത്തുമായി സുരക്ഷയ്ക്കുണ്ടാകും. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി അങ്കത്തട്ടിലേക്ക് മുന്നണികൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉപ്പുതറ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ഇടത് വലത് മുന്നണികൾ. UDFന് ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായില്ല. ജനവാസ മേഖലയിൽ വീണ്ടും കൃഷിനാശം വരുത്തി കാട്ടുകൊമ്പൻ പടയപ്പ. മൂന്നാർ ഗ്രാംസ്ലാൻഡിലാണ് കാട്ടാന ഇറങ്ങിയത്. കാട്ടുകൊമ്പൻ പ്രദേശത്ത് കൃഷിനാശം വരുത്തി 2 ദിവസമായി പടയപ്പ ജനവാസ മേഖലയിൽ തുടരുന്നുവെന്ന് തൊഴിലാളി കുടുംബങ്ങൾ. വിശദമായി വാർത്തയിലേക്ക് എത്തുമ്പോൾ ഇന്ന് ശബരിമല നട തുറന്നിരിക്കുകയാണ്. ഇനി ശരണമന്ത്രങ്ങൾ ഉയരുന്ന ദിനരാത്രങ്ങൾ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നു. ഇനി ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ വ്രതശുദ്ധിയുടെ പുണ്യനാളുകൾ. കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. സ്വാമിയേ സത്യമായ മുതലെട്ടാം പടികളെ സത്യമായ മുതലെട്ടാം പടിക്കതിവരെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്ക് തുടക്കം കുറിച്ചാണ് ശബരിമല നട തുറന്നത്. തുടർന്ന് മേൽശാന്തി 18ാം പടി ഇറങ്ങി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം കൊണ്ട് ആഴി ജ്വലിപ്പിച്ചു. 18ാം പടിക്ക് താഴെ ഇരുമുടിക്കെട്ടുമെന്തി കാത്തുനിന്ന നിയുക്ത മേൽശാന്തിമാരെ അരുൺകുമാർ നമ്പൂതിരി കൈപിടിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ചു. 6:30 ശബരിമല സോപാനത്ത് നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിയെ തന്ത്രി അഭിഷേകം ചെയ്ത് അവരോധിച്ചു. തുടർന്ന് മാളികപ്പുറം ക്ഷേത്രനടിയിൽ നിയുക്ത മേൽശാന്തി മനു നമ്പൂതിരിയുടെ അവരോധിക്കൽ ചടങ്ങും നടന്നു. തിങ്കളാഴ്ച പുലർച്ചെ 3 വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാർ ശബരിമല മാളികപ്പുറം നടകൾ തുറക്കുന്നതോടെ തീർത്ഥാടന കാലത്തിന് തുടക്കമാകും. ദിവസവും പുലർച്ചെ 3 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ രാത്രി 11 വരെയുമാണ് ദർശന സമയം. ഇത്തവണയും ഭക്തർക്ക് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ ദർശനം നടത്തി മടങ്ങുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങളും കാലേക്കൂട്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വ്യക്തമാക്കി. സിറ്റി വിഷൻ സന്നിധാനം. മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ നട തുറന്നിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ഇത്തവണയും പൂർത്തിയാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഷിനു ഫിലിപ്പ ചേരുകയാണ്. ഷിനു, എല്ലാ മേഖലയിലും തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി പോലീസിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിരിക്കുന്നു. ജില്ലാ കളക്ടർ അടക്കം നേരിട്ട് സന്ദർശനം നടത്തിയിട്ടുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള ഒരുക്കങ്ങളാണ് ഇത്തവണ ഈ മഹോത്സവത്തിന് മുമ്പായി പൂർത്തീകരിച്ചിരിക്കുന്നത്? ഷിനു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമായി. ഇനി ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ വ്രതശുദ്ധിയുടെ പുണ്യനാളുകൾ. കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺ നമ്പൂതിരിയാണ് നട തുറന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 3 വൃശ്ചിക പുലരിൽ മേൽശാന്തിമാർ ശബരിമല മാളികപ്പുറം നടകൾ തുറക്കുന്നതോടെ ദർശനത്തിന് തുടക്കമാകും. പുലർച്ചെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ വൈകിട്ട് 11 മണി വരെയുമാണ് ദർശനത്തിന്റെ സമയം. ഒരു തടസ്സങ്ങളുമില്ലാതെ തീർത്ഥാടകർക്ക് ദർശനം നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ദിവസങ്ങൾ ക്രമാതീതമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വെർച്വൽ ബുക്കിംഗ് വഴി തന്നെ ഡിസംബർ 2 70,000 ബുക്കിംഗാണ് ആ ദിവസങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് സേനയുടെ സുരക്ഷയെല്ലാം പൂർത്തിയായി പോലീസ് സേന അറിയിച്ചിട്ടുണ്ട്. 410
പോലീസുകാരെയാണ് എല്ലാ ദിവസവും സുരക്ഷയ്ക്കായി അവർ വിനിയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എക്കോ ഗാർഡുകളും എല്ലാ ദിവസവും തീർത്ഥാടന സുരക്ഷയ്ക്ക് എക്കോ ഗാർഡുകളുടെ പരിശോധന ഉണ്ടാകുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് ജില്ലാ ഭരണകൂടവും പോലീസും അടക്കമുള്ള വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഭക്തർ മല ചവിട്ടി തുടങ്ങുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഷിനു ഫിലിപ്പ് നൽകിയത്. മണ്ഡലകാല മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല നട തുറന്നതോടെ കുതിച്ചു കയറി ആദ്യ നാളുകളിലെ ബുക്കിംഗ്. വെർച്വൽ ക്യൂ ബുക്കിംഗിന് ഡിസംബർ 2 വരെ ഒഴിവില്ല. 70,000 പേരാണ് ഡിസംബർ 2 വരെ വെർച്വൽ ക്യൂ വഴി ദർശനം ബുക്ക് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ബുക്കിംഗ് വഴി 20,000 പേർക്ക് ദർശനം നടത്താം. ഒരു ദിവസം 90,000 പേർക്കാണ് ദർശനത്തിന് അനുമതിയുള്ളത്. വലിയ രീതിയിലുള്ള ബുക്കിംഗ് ആണ് ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. മണ്ഡല സീസണായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ വ്യക്തമാക്കി. പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ ഉച്ച മുതൽ സന്നിധാനത്തേക്ക് കയറ്റിവിട്ടു. 30,000 പേരാണ് ഇന്ന് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. ബുക്കിംഗും കുതിച്ചുയരുകയാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗിന് ഡിസംബർ വരെ ഒഴിവില്ല. 70,000 പേരാണ് ഡിസംബർ 2 വരെ വെർച്വൽ ക്യൂ വഴി ദർശനം ബുക്ക് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ബുക്കിംഗ് വഴി 20,000 പേർക്ക് ദർശനം നടത്താം. ഒരു ദിവസം 90,000 പേർക്കാണ് ദർശനത്തിന് അനുമതിയുള്ളത്. ആദ്യ നാളിൽ തന്നെ ഭക്തരുടെ ഒഴുക്കാണ് ശബരിമലയിലേക്കുള്ളത്. ഇത് അവസാന നാളുകളിൽ തിരക്ക് കുറയുവാൻ കാരണമാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായാലും ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാതെ ദർശനം നടത്തി മടങ്ങുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. സിറ്റി വിഷൻ സന്നിധാനം. മണ്ഡലകാല മഹോത്സവത്തോടനുബന്ധിച്ച് കാനനപാത വഴിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തി ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നതെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. പ്രതികരണം കേൾക്കാം. ശബരിമലയിൽ മണ്ഡലകാല മകരവിളക്ക് മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ധാരാളം ഭക്തജനങ്ങൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ വന്നു ചേരുന്ന സമയത്ത് അവർ നമ്മുടെ പരമ്പരാഗത കാനനപാതകൾ ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ കാനനപാതയുടെ യാത്ര ഭക്തരെ സംബന്ധിച്ചുള്ള സുഗമമാക്കുന്നതിന് വേണ്ടി വിവിധ വകുപ്പുകൾ, റവന്യൂ വകുപ്പ്, അതുപോലെ തന്നെ വനം വകുപ്പ്, പോലീസ്, ഇതര ഹെൽത്ത്, എല്ലാ വകുപ്പുകളിലും വളരെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം ഈ മേഖലയിൽ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ സന്ദർശിച്ചത്. അപ്പോൾ ഇതിലെ ഒരുക്കങ്ങളൊക്കെ വിവിധ വകുപ്പുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നാളെ തൊട്ട് ഭക്തർ വന്നു തുടങ്ങും. ഇന്ന് തന്നെ സത്രത്തിൽ ഏതാനും ഭക്തരൊക്കെ തമ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ രാത്രി നിശ്ചിത സമയത്ത് അവരെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമാണ് അവരെ അവിടുന്ന് കാനനപാതയിലൂടെ വിടുന്നത്. ഇപ്പോൾ മുൻ വർഷങ്ങളിൽ 1-2 പ്രാവശ്യം ഒരു ദാരുണമായ സംഭവങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലും നമ്മുടെ ഭക്തരുടെ സുരക്ഷിതത്വമാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് എത്തിച്ചേർന്നപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഭക്തർക്ക് വളരെ സുഗമമായ രീതിയിൽ ഇപ്രാവശ്യം ഈ കാനനപാത ഉപയോഗിച്ച് സന്നിധാനത്തിലേക്കും ഒക്കെ യാത്ര വളരെ സൗകര്യമായിട്ട് നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. മണ്ഡലകാലം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കിയിൽ അയ്യപ്പ ഭക്തന്മാർ കടന്നുപോകുന്ന പാതകളിലെല്ലാം പോലീസിന്റെ സുരക്ഷാ ഒരുക്കങ്ങൾ പൂർത്തിയായി. മണ്ഡലകാലം തുടങ്ങി അവസാനിക്കുന്നതുവരെ ഓരോ 15 ദിവസവും 410 സേനാ അംഗങ്ങൾ എല്ലായിടങ്ങളിലുമായി സുരക്ഷയ്ക്കുണ്ടാകും. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പുമായിട്ടുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മികച്ച പോലീസ് സേവനങ്ങൾ നടപ്പിലാക്കുന്നതിനായി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS നിർവഹിച്ചു. അയ്യപ്പ ഭക്തന്മാർക്ക് സുഗമമായി തീർത്ഥാടനം നടത്തുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി കഴിഞ്ഞു. മണ്ഡലകാലം തുടങ്ങി അവസാനിക്കുന്നതുവരെ ഓരോ 15 ദിവസവും 410 സേനാംഗങ്ങൾ എല്ലാ ഇടങ്ങളിലുമായി സുരക്ഷയ്ക്കായി ഉണ്ടാകും. 2 DYSP, 11 സർക്കിൾ ഇൻസ്പെക്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ജോലികളുടെ മേൽനോട്ടം. കമ്പംമെട്ട്, കുമളി, സത്രം, പുല്ലുമേട്, പീരുമേട്, പെരുവന്താനം എന്നിങ്ങനെ 6 സെക്ടറുകളായി തിരിച്ചാണ് പോലീസ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സിറ്റി വിഷൻ കുമളി. ഇനി നോക്കാം പോരാട്ടം 2025. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി അങ്കത്തട്ടിലേക്ക് മുന്നണികൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉപ്പുതറ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ഇടത് വലത് മുന്നണികൾ. എന്നാൽ UDFന് ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
ഉപ്പുതറ പഞ്ചായത്തിലെ 18 വാർഡുകളിലെയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച ഇടതുമുന്നണി പ്രചാരണത്തിന് തുടക്കം കുറിച്ചപ്പോൾ ജില്ലാ ബ്ലോക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാവാതെ വലഞ്ഞു നിൽക്കുകയാണ് UDF. പഞ്ചായത്തിലെ 18 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയും വലതുമുന്നണി പ്രഖ്യാപിച്ചെങ്കിലും ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞില്ല. ഇടതുമുന്നണി ജില്ലാ പഞ്ചായത്ത് ഉപ്പുതറ ഡിവിഷനിൽ നിന്ന് മുതിർന്ന CPIM നേതാവ് PS രാജൻ മത്സരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് വളകോട് ഡിവിഷനിൽ നിന്ന് സോണറ്റ, ഉപ്പുതറ ഡിവിഷനിൽ നിന്ന് ജയ്മോൾ രാജേഷ് എന്നിവരാണ് മത്സരിക്കുന്നത്. ഉപ്പുതറ ജില്ലാ പഞ്ചായത്തിൽ DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു വരുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുക്കുവാൻ കോൺഗ്രസിനോ UDFനോ കഴിഞ്ഞിട്ടില്ല. സിറ്റി വിഷൻ, ഉപ്പുതറ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇനി ചിരിച്ചും കൈകൂപ്പി നിൽക്കുന്നതും സ്ഥിരം കാഴ്ചയാകും. 3 മുന്നണികളും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർണ്ണമായില്ലെങ്കിലും പാർട്ടിയിൽ നിന്ന് രഹസ്യ നിർദ്ദേശം കിട്ടിയവർ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ഇതോടെ പ്രചരണ ബോർഡുകൾ തയ്യാറാക്കുന്ന ഇടങ്ങളിൽ തിരക്കേറി. സ്ഥാനാർത്ഥികൾക്കുള്ള ബോർഡുകൾ തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ് കട്ടപ്പന സ്വദേശിയായ സിബി. വർഷങ്ങളായി സിബി ഈ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. ഫ്ലെക്സിന് നിരോധനമുള്ളതിനാൽ ക്ലോത്ത് പ്രിന്റിംഗാണ് ഉപയോഗിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം എഴുതിയ ക്ലോത്ത് പ്രിന്റിംഗ് ഇറങ്ങിയാൽ ഉടൻ തന്നെ ബോർഡ് റെഡിയാണ്. അപ്പോൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇത് കൈമാറും. 6-4 സൈസ് ബോർഡുകളാണ് സ്ഥാനാർത്ഥികൾക്കായി തയ്യാറാക്കുന്നത്. ബോർഡ് വിലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കാര്യമായ മാറ്റമില്ലായിരുന്നു. ബോർഡ് തയ്യാറാക്കുന്നതിനാവശ്യമായ പട്ടികയ്ക്ക് തെരഞ്ഞെടുപ്പെടുത്താൽ വില കൂടും. ആർക്കും വേണ്ടാതെ മില്ലുകളിൽ കിടക്കുന്ന പട്ടിക കഷ്ണങ്ങളാണ് ഇതിനായി ശേഖരിക്കുന്നത്. വില എല്ലാ തവണയും കൂടാറുണ്ട്. കട്ടപ്പനയിലെ പരിസര പ്രദേശങ്ങളിലുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി നൽകാൻ ബോർഡുകൾ തയ്യാറാക്കി കഴിഞ്ഞു. വിവിധ വലിപ്പത്തിലും സൈസിലുമുള്ള ബോർഡുകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് കട്ടപ്പന സ്വദേശിയായ സിബിയും. വർഷങ്ങളായി ഇദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തനം നടത്തുന്നു. ബോർഡ് നിർമ്മാണത്തിന് കൂടുതലും ഉപയോഗിക്കുന്നത് ആഞ്ഞിലിയാണ്. മറ്റു തടികളെ അപേക്ഷിച്ച് വേഗം വളയില്ലെന്നതാണ് ഇതിന് കാരണം. മഹാഗണി, മാവ് എന്നിവയും ഉപയോഗിക്കാറുണ്ട്. വിലയിൽ വലിയ വ്യത്യാസമില്ല. ബോർഡുകൾക്ക് ആവശ്യമായ പട്ടിക കഷ്ണങ്ങൾ പെരുമ്പാവൂരിൽ നിന്നുമാണ് കൊണ്ടുവരുന്നത്. സമീപ സ്ഥലങ്ങളിലുള്ള മുന്നണികൾ തയ്യാറാക്കിയ ബോർഡുകൾ നേരിട്ടെത്തി കൊണ്ടുപോകും. ദൂര സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ബോർഡ് കക്ഷികൾ ആവശ്യപ്പെട്ടാൽ വണ്ടിക്ക് അയച്ചു നൽകും. അപ്പോൾ ഇവിടെയുള്ള പാർട്ടിക്കാർക്കുള്ള എല്ലാ പാർട്ടിക്കാരുടെയും ഇന്ന പാർട്ടിയിൽ നിന്നില്ല 3 പാർട്ടിക്കാരുടെയും കട്ടൗട്ട് നമ്മൾ ഓർഡർ തന്നിട്ടുണ്ട്. നമ്മളത് ചെയ്യുന്നു. കാരണം എല്ലായിടത്തും ഓരോ വാർഡിലെ ഓരോ വാർഡ് മെമ്പർക്കാർ പ്രിന്റ് കൊണ്ട് തരുവാണെങ്കിൽ നമ്മളത് കട്ടൗട്ടിലടിച്ച് കൊടുത്തു വരും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞാൽ പിന്നെ രാപ്പകൽ വിശ്രമമുണ്ടാകില്ല എന്ന് സിബി പറയുന്നു. പ്രധാന മുന്നണികൾക്കെല്ലാം സമയബന്ധിതമായി ബോർഡുകൾ തയ്യാറാക്കി നൽകി തുടങ്ങി. സിറ്റി വിഷൻ, കട്ടപ്പന. ഇനിയൊരു മഹാനടന്റെ ഓർമ്മയിലേക്കാണ്. പൗരുഷത്തിന്റെ ആൾരൂപമായി വ്യത്യസ്തവും തിളക്കവുമാർന്ന അഭിനയ ശൈലി കാഴ്ചവെച്ച കാലത്തിന്റെ കുത്തൊഴുക്കിൽ ചമയങ്ങളില്ലാത്ത ലോകത്തേക്ക് മറഞ്ഞ മലയാള സിനിമയിലെ സാഹസിക നായകൻ ജയന്റെ വേർപാടിന് 4.5 പതിറ്റാണ്ട്. 1980 നവംബർ 16 ആ വേർപാട്. കൊല്ലം തേവള്ളിയിൽ മാധവവിലാസം മാധവൻ പിള്ളയുടെയും ഓലയിൽ ഭാരതിയമ്മയുടെയും 2 മക്കളിൽ മൂത്തവനായി 1939 ജൂലൈ 25 അദ്ദേഹത്തിൻ്റെ ജനനം. 41 വയസ്സിലായിരുന്നു വിയോഗം. നേവി ഉദ്യോഗം രാജിവെച്ചാണ് ജയൻ സിനിമയിലേക്ക് ചുവടുവെച്ചത്. നടൻ ജോസ് പ്രകാശുമായുള്ള അടുപ്പം സിനിമയിലേക്കുള്ള വാതിൽ തുറന്നു. 1974 ശാപമോക്ഷം എന്ന JC ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച കൃഷ്ണൻ നായർക്ക് JCയുടെ സമ്മതത്തോടെ ജോസ് പ്രകാശ് ജയൻ എന്ന പേര് സമ്മാനിച്ചു. അത് കാലം ഏറ്റുപിടിച്ചതും ചരിത്രമായി. കഠിന പരിശ്രമത്തിലൂടെ സ്വന്തമായൊരു താരസിംഹാസനം തീർത്ത ജയൻ പ്രശസ്തിയുടെ പടവുകൾ അനായാസം ചവിട്ടിക്കയറി. Beggars. Maybe we are poor. Coolies. Trolley pullers. But we are not beggars. You enjoy this status in life because of our sweat and blood. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. 1980 നവംബർ 16 കോളിളക്കം എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗം ചിത്രീകരണ വേളയിലായിരുന്നു അപ്രതീക്ഷിതമായി ജയനെ മരണം കീഴടക്കിയത്.
ജയന്റെ അസാധ്യമായ പ്രകടനങ്ങൾക്കൊപ്പം നിഴല് പോലെ സഞ്ചരിച്ചിരുന്ന മരണം ജയനെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. പറന്നു പൊങ്ങിയ ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് പാഡിൽ തൂങ്ങിയുള്ള ഫൈറ്റ് ചിത്രീകരണത്തിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു. അയ്യോ! 1974 മുതൽ 80 വരെ കേവലം 6 വർഷങ്ങൾ കൊണ്ട് പൂട്ടാത്ത പൂട്ടുകൾ എന്ന തമിഴ് ചിത്രം ഉൾപ്പെടെ 120ഓളം സിനിമകളിൽ ജയന്റെ കയ്യൊപ്പ് പതിഞ്ഞു. പ്രേം നസീറൊത്ത് ജയൻ അഭിനയിച്ച ചിത്രങ്ങളിലധികവും ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടി. നസീറിനൊപ്പം കൈകോർത്തും കൊമ്പുകോർത്തും മലയാള സിനിമയിൽ ജയൻ ആടിത്തിമിർത്തു. ചന്ദ്രഹാസം, പാലാട്ടു കുഞ്ഞിക്കണ്ണൻ, കരിപുരണ്ട ജീവിതങ്ങൾ, പ്രഭു, ഇരുമ്പഴികൾ, മാമാങ്കം, ലവ് ഇൻ സിംഗപ്പൂർ, തച്ചോളി അമ്പു തുടങ്ങിയ ചിത്രങ്ങൾ അങ്ങനെ നീളുന്നു. താഴെ വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എന്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. ആവേശം എന്ന ചിത്രത്തിൽ ഇരട്ടവേഷത്തിലും ജയൻ അഭിനയ മികവ് പുലർത്തി. വില്ലനായും സഹനടനായും നായകനായും പിന്നീട് ജയൻ അഭ്രവാളികളിൽ നിറഞ്ഞു നിന്നു. സീമയാണ് ജയന്റെ നായികയായി ഏറ്റവും കൂടുതൽ വേഷമിട്ടത്. ജയന്റെ മരണശേഷം 10ഓളം ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തി. ജെസിയുടെ ശാപമോക്ഷം മുതൽ PN സുന്ദരത്തിന്റെ കോളിളക്കം വരെ ജയന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ 90% ചിത്രങ്ങളും ഹിറ്റുകളോ സൂപ്പർ ഹിറ്റുകളോ ആയി. പിന്നീട് ഏറ്റവും ജനപ്രീതിയുള്ള നടനായ ജയനു ചുറ്റും മലയാള സിനിമ വട്ടമിട്ടു കറങ്ങി. 70കളുടെ അവസാന ഘട്ടത്തിൽ ജയൻ, സോമൻ, സുകുമാരൻ എന്ന നക്ഷത്രത്രയങ്ങൾ മലയാള സിനിമയെ കൈപ്പിടിയിൽ ഒതുക്കിയതിനും കാലം സാക്ഷ്യം വഹിച്ചു. ജയന്റെ മരണശേഷം ചെന്നൈയിൽ നിന്നും മൃതദേഹം വിലാപയാത്രയായിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചത്. വീട്ടുവളപ്പിൽ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്നതിനടുത്ത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. അതോടെ സ്വർഗസീമകൾ ഉമ്മവയ്ക്കുന്ന ഒരു സ്വപ്ന ബിന്ദുവായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ജയൻ അലിഞ്ഞു ചേർന്നു. മഹാനടന് സിറ്റി വിഷന്റെ ഓർമ്മപ്പൂക്കൾ. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. ഇടവേള വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. മണ്ഡലകാലം എത്തിയിട്ടും അയ്യപ്പ ഭക്തർ കടന്നുപോകുന്ന റോഡുകളുടെ നവീകരണം അടക്കം പൂർത്തിയായിട്ടില്ലെന്ന ആരോപണം. പുളിയമല കട്ടപ്പന പാതയിൽ സൂചനാ ബോർഡുകൾ പോലും സ്ഥാപിച്ചിട്ടില്ല.
ഇതോടൊപ്പം പുളിയമ്മല കട്ടപ്പന റോഡിൽ തകർന്ന ഭാഗങ്ങൾ ടാർ ചെയ്തിരുന്നുവെങ്കിലും ഈ ഭാഗങ്ങൾ വീണ്ടും തകർന്നു തുടങ്ങിയിരിക്കുകയാണ്. മണ്ഡലകാലത്തിന്റെ തുടക്കം മുതലേ അന്യസംസ്ഥാനത്ത് നിന്ന് അയ്യപ്പ ഭക്തർ ഈ പാത വഴി കടന്നുവരും. പുളിയമ്മല മുതൽ പാറക്കടവ് വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ വളവുകളും കയറ്റിറക്കങ്ങളുമുണ്ട്. ചില ഭാഗത്ത് റോഡിന് മതിയായ വീതിയുമില്ല. അയ്യപ്പ ഭക്തർക്കായി വിവിധ ഭാഷകളിലുള്ള സൂചനാ ബോർഡുകളും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. കൂടാതെ റോഡിന്റെ വശങ്ങളിൽ വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിമാറ്റിയിട്ടുമില്ല. മണ്ഡലകാലത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വേണ്ട രീതിയിൽ നടത്തിയിട്ടില്ലെന്ന ആരോപണമാണ് ഉയരുന്നത്. ഇപ്പൊ അയ്യപ്പ സീസൺ, ശബരിമല സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബോർഡുകളില്ല. മേളിലാണെ വഴികൾ മുഴുവൻ പോയി തകർന്നു കിടക്കുക. അല്ലാത്ത വണ്ടി പോലും ഓടിക്കാനായിട്ടുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ആണ് ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും അതിനൊരു സംവിധാനം ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പുളിയമ്മയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് വരുന്ന വഴിക്ക് റോഡ് മൊത്തം പോയായിരിക്കുന്നത്. പക്ഷേ ആന്ധ്ര കർണാടക വരുന്ന വണ്ടിക്കാർക്കെല്ലാം സേഫ്റ്റി ഇല്ല. അവർക്ക് ഒന്ന് ലെവൽ റോഡ് ഓടിച്ചിട്ട് അവർ കളയാനായിട്ട്. പിന്നെ ഈ റോഡ് മറ്റും അത്ര ക്ലിയർ അല്ല അവർക്ക്. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് റോഡ് ശരിയാക്കണം. അതുകൊണ്ട് നമുക്ക് അവർക്ക് പോകുന്ന ലൊക്കേഷൻ കറക്റ്റായിട്ട് ബോർഡ് വെക്കണം, ഇല്ലെങ്കിൽ അവർക്ക് വലി തെറ്റി പോവാം. പാറക്കടവ് മുതൽ പുളിയന്മല വരെയുള്ള റോഡിന്റെ വശങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ കട്ടപ്പന പാറക്കടവിൽ നിന്നും കട്ടപ്പന ബൈപ്പാസിലേക്ക് തിരിയുന്ന ഭാഗത്തു പോലും സൂചനാ ബോർഡ് സ്ഥാപിച്ചിട്ടില്ല. ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അലംഭാവമാണ് ഇതിന് കാരണമെന്നും പൊതുപ്രവർത്തകരടക്കം ആരോപിക്കുന്നു. അടിയന്തരമായി റോഡിന്റെ നവീകരണവും അയ്യപ്പ ഭക്തർക്ക് ഇതുവഴിയുള്ള യാത്ര സുഗമമാക്കുന്നതിനുള്ള നടപടിയും ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ കട്ടപ്പന. നോക്കാം ആനക്കലിയുടെ ഇരകൾ. ജനവാസ മേഖലയിൽ വീണ്ടും കൃഷിനാശം വരുത്തി കാട്ടുകൊമ്പൻ പടയപ്പ. മൂന്നാർ ഗ്രാംസ്ലാൻഡിലാണ് കാട്ടാന ഇറങ്ങിയത്. കാട്ടുകൊമ്പൻ പ്രദേശത്ത് കൃഷിനാശം വരുത്തി 2 ദിവസമായി പടയപ്പ ജനവാസ മേഖലയിൽ തുടരുന്നുവെന്നും തൊഴിലാളി കുടുംബങ്ങൾ പറയും. മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാവുകയാണ്. ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി. മൂന്നാർ ഗ്രാംസ്ലാൻഡിലാണ് കാട്ടാന ഇറങ്ങിയത്. 2 ദിവസമായി പടയപ്പ ജനവാസ മേഖലയിൽ തുടരുന്നുവെന്നും തൊഴിലാളി കുടുംബങ്ങൾ പറയുന്നു. ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സ്വൈര്യജീവിതം കെടുത്തുകയാണ്. മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പ ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുണ്ട്. ഇത് തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു. ഇത്തവണ മഴക്കാലത്ത് പോലും കാട്ടുകൊമ്പൻ കാട് കയറുവാൻ തയ്യാറായില്ല. 1-ലധികം തവണ ജനവാസ മേഖലയിലിറങ്ങി വലിയ തോതിൽ നാശം വരുത്തുകയും ചെയ്തു. വേനൽക്കാലം ആരംഭിക്കുന്നതോടെ കാട്ടുകൊമ്പന്റെ ശല്യം രൂക്ഷമാകുമോയെന്നും തൊഴിലാളി കുടുംബങ്ങൾ ആശങ്കപ്പെടുന്നു. സിറ്റി വിഷൻ മൂന്നാർ. ലഹരിയിൽ ആറാടി അതിഥി തൊഴിലാളികൾ. പൊറുതിമുട്ടിയിരിക്കുകയാണ് പൊതുജനം. ഞായറാഴ്ചകളിലും മറ്റും ഒന്നിച്ചെത്തുന്ന അതിഥി തൊഴിലാളികൾ മദ്യപിച്ച് സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും കട്ടപ്പനയിൽ പൊതുജനങ്ങൾക്ക് സ്വൈര്യമായി യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്നും പൊതുപ്രവർത്തകരടക്കം പരാതി പറയുന്നു. അതിഥി തൊഴിലാളികൾ ലഹരികൾ പരസ്യമായി വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണെന്നും ഇവർ പറയും. അവധി ദിവസമായാൽ കട്ടപ്പന നഗരസഭയിലെ റോഡുകളിൽ നാട്ടുകാർക്ക് കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. റോഡ് നിറഞ്ഞ 100 കണക്കിന് അതിഥി തൊഴിലാളികൾ എത്തും. റോഡിന്റെ ഇരുവശവും കട്ടപ്പന ചന്ത, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് ഈ അവസ്ഥ. ഇവർക്കായി ബാറുകൾ, സ്പെഷ്യൽ കൗണ്ടറുകളടക്കം തുറന്നു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സുലഭമായി ലഭിക്കും. ഇവയുടെ വിൽപ്പനയാകട്ടെ പരസ്യമായി. മദ്യപിച്ചതിനു ശേഷം സംഘം ചേർന്നുള്ള ആക്രമണങ്ങളും പതിവാണ് ഞായർ ദിവസങ്ങളിൽ. കട്ടപ്പന മേഖല ഇവരുടെ താവളമായി മാറിയിരിക്കുകയാണെന്നും നിയന്ത്രിക്കേണ്ട പോലീസ് അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെന്നും പൊതുപ്രവർത്തകരടക്കം പറയുന്നു. സാധാരണഗതിയിൽ ഞായറാഴ്ച ദിവസം കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അവധിയാണെന്നാണ് നമ്മൾ കരുതുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ അവധി ദിവസമാണ്. പക്ഷേ കേരളത്തിലെ കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം അവധി ദിവസമാണ്. ശനിയാഴ്ച ദിവസം ചന്ത ദിവസത്തേക്കാളും കൂടുതൽ ആളുകളാണ്. അവിടെയൊന്നും ഒരൊറ്റ മലയാളികളില്ല. ഇറങ്ങുന്നത് മുഴുവൻ ബംഗാളികളാണോ ബംഗ്ലാദേശികളാണോ എന്നറിയോ. നിങ്ങൾക്ക് ഈ റോഡിലൂടെ കാണാവുന്ന കാഴ്ചയാണ്. നിറഞ്ഞ ആളുകളാണ്. ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് ബസ് സ്റ്റാൻഡിലും, പുതിയ ബസ് സ്റ്റാൻഡിലും, അതോടൊപ്പം പഴയ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തും, അതോടൊപ്പം ബാറുകളിലുമാണ്.
ബാറുകളിൽ തന്നെ അനധികൃതമായി ഒട്ടേറെ കൗണ്ടറുകൾ ഇവർക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുകയാണ്. നിരന്തരം പരസ്പരം അടിയും മറ്റുള്ളവരെ അടിയോ ഒക്കെ ആയിട്ട് നടന്നു പോകുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ ഞായറാഴ്ച ദിവസങ്ങളിൽ പോലീസ് ഇക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലഹരിയിൽ മുങ്ങുന്ന അതിഥി തൊഴിലാളികളുടെ ആക്രമണങ്ങളും പതിവാണ്. ഇത്തരം സാഹചര്യം നിയന്ത്രിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായി കട്ടപ്പനയിലൂടെ യാത്ര ചെയ്യുന്നതിനും നടപടി സ്വീകരിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ കട്ടപ്പന. അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് നടന്നു. പ്രീ KG മുതൽ 2ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കലാപരിപാടികളാണ് കിഡ്സ് റിയോ എന്ന പേരിൽ അരങ്ങേറിയത്. ടെലിവിഷൻ ബാലതാരം മിയ ഇസ മെഹക്ക ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഏറെ വർണ്ണാഭമായിട്ടായിരുന്നു അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് അരങ്ങേറിയത്. പ്രീ KG മുതൽ 2ാം ക്ലാസ് വരെയുള്ള കുരുന്നുകൾ കിഡ്സ് റിയോ എന്ന പേരിൽ നടന്ന പരിപാടിയിൽ തങ്ങളുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ചു. മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻസ് എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ കൗൺസിലർ ഫാദർ ബിജു വെട്ടുകല്ലേൽ കിഡ്സ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. Kids Fest is a beautiful day for all of us, for all the parents, teachers, because we are enjoying each and every moment of our children. We look at them every moment. How do they grow? How do they respond? How do they react? ടെലിവിഷൻ ബാലതാരവും ഗായികയുമായ മിയ ഇസ മെഹക്ക് ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലത്തുപടവിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ രാജേഷ് ജോർജ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ ജോസ, ഫാദർ ഓട്സിൻ കലപ്പുരയ്ക്കൽ, PTA പ്രസിഡന്റ് വർഗീസ് പീറ്റർ, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. കുരുന്നുകളുടെ വർണ്ണാഭമായ കലാപരിപാടികൾ ആസ്വദിക്കുവാൻ മാതാപിതാക്കളും എത്തിയിരുന്നു. സിറ്റി വിഷൻ അടിമാലി. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി. സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ, വെള്ളി ഗ്രാമിന് 175 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നു. ഇനി ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ വ്രതശുദ്ധിയുടെ പുണ്യനാളുകൾ. കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു. മണ്ഡലകാലം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കിയിൽ അയ്യപ്പ ഭക്തന്മാർ കടന്നുപോകുന്ന പാതകളിലെല്ലാം പോലീസിന്റെ സുരക്ഷാ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഓരോ 15 ദിവസവും 410 സേനാ അംഗങ്ങൾ എല്ലായിടത്തുമായി സുരക്ഷയ്ക്കുണ്ടാകും. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി അങ്കത്തട്ടിലേക്ക് മുന്നണികൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉപ്പുതറ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ഇടത് വലത് മുന്നണികൾ. UDFന് ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായില്ല. ജനവാസ മേഖലയിൽ വീണ്ടും കൃഷിനാശം വരുത്തി കാട്ടുകൊമ്പൻ പടയപ്പ. മൂന്നാർ ഗ്രാംസ്ലാൻഡിലാണ് കാട്ടാന ഇറങ്ങിയത്. കാട്ടുകൊമ്പൻ പ്രദേശത്ത് കൃഷിനാശം വരുത്തി 2 ദിവസമായി പടയപ്പ ജനവാസ മേഖലയിൽ തുടരുന്നുവെന്ന് തൊഴിലാളി കുടുംബങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.